وعليكم السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يوفى الصابرون أجرهم بغير حساب. وقال سيدنا محمد صلى الله عليه وسلم: الإيمان نصفان، نصف في الصبر، لأستسهلن الصعب أو أدرك المنى، فمن قادت الآمال إلا لصابري. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിമന്യരായ KICRലെ ഏറെ പ്രാധാനികളായ പ്രിയപ്പെട്ട പ്രവർത്തകരെ, KICRന്റെ റേഡിയോ ശ്രോതാക്കളെ, ഒരുപാട് KICRന്റെ നിറസാന്നിധ്യങ്ങൾ, KICRന്റെ ജീവൽ പ്രധാന ഘടകങ്ങളൊക്കെ ക്ലാസ് റൂമിലുള്ളതുകൊണ്ട് ഓരോരുത്തരുടെയും പേര് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും, മുഹമ്മദ് കുട്ടി സാഹിബ്, അമീർ സാഹിബ്, അൽ ഇസ്തിഖാമ, KK ജലീൽ സാഹിബ് തുടങ്ങി എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ക്ലാസ് റൂമിലുള്ളതുകൊണ്ട് ഓരോരുത്തരെ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളൊക്കെ, നാട്ടിലും വിദേശത്തൊക്കെ ഉള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പരിശുദ്ധ റമദാനിന്റെ നോമ്പനുഷ്ഠിച്ച് കഴിവതും പരിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച് ആ ആഗ്രഹത്തെ തന്റെ മാറോട് ചേർത്തുപിടിച്ച് ആ ആഗ്രഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തിരക്കിനിടയിലാണ്. എല്ലാ അർത്ഥത്തിലും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മറ്റു സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ, ക്ലാസ് എടുക്കാനും സംസാരിക്കാനും എന്തെങ്കിലും ചില വിഷയങ്ങളൊക്കെ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്താൽ ഈ സമയം ഈ ഉള്ളവന്റേത് മാത്രമായി ഒതുക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് എപ്പോഴും പറയുന്നത് പോലെ ഇപ്പോഴും ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട അയ്യൂബ് സാഹിബ് ബിളാത്തൂരൊക്കെ നാട്ടിൽ തന്നെയുണ്ട്. അങ്ങനെ നാട്ടിലുള്ള പലരും, ചിലപ്പോൾ വിദേശത്തുള്ളവർ നാട്ടിലെത്തിയാൽ ഒരുപക്ഷെ ധാരാളം ഫ്രീ സമയങ്ങൾ ഉണ്ടാകും എന്നാണ് എന്റെ ധാരണ. ഏതായാലും അതുകൊണ്ട് സമയം ഉള്ളവരൊക്കെ മുന്നോട്ട് വരണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ അതിനിടയിൽ ഞാൻ ചെറിയൊരു അപേക്ഷ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ സാധാരണക്കാരി എന്ന് പറയാവുന്ന, എന്ന് പറഞ്ഞാൽ പൊതുവെ 8-10 കൊല്ലം ദർസിലും അതുപോലെ അറബി കോളേജിലൊന്നും പഠിക്കാത്തവരുള്ള സുഹൃത്തുക്കളൊന്ന് റൈസ് ഹാൻഡ് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. കാരണം പൊതുവെ നമ്മുടെ എന്നെ പോലുള്ള സാധാരണക്കാരന്റെയൊക്കെ ക്ലാസ് അവർക്കെങ്കിലും ഉപകാരപ്പെടണമല്ലോ എന്ന് ആഗ്രഹിച്ചിട്ടാണ്. സാധാരണയിൽ അങ്ങനെ പഠിക്കാത്ത, സാധാരണ സത്യത്തിൽ KICRലെ ഓരോരുത്തരും വലിയ ആലിമീങ്ങളാണെന്നാണ് എന്റെ ധാരണ. കാരണം എന്തുകൊണ്ടെന്നാൽ എപ്പോഴും ഒരുപാട് ജ്ഞാനമാണ് അവർ ലഭിക്കുന്നത്. ബാബു റയ്യാനിലൂടെയും മറ്റും പലപ്പോഴും ലഭിക്കുന്ന വിജ്ഞാന മണിമുത്തുകൾ എന്ന് പറയുന്നത് മറ്റു പലർക്കും ലഭ്യമാവാത്ത വലിയൊരു അനുഭൂതി തന്നെയാണ്. സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തോ, മൈക്ക് റിലീസ് ചെയ്തോളൂ. റൈസ് ഹാൻഡ് ഒഴിവാക്കാവുന്നതാണ്. ആവശ്യപ്പെട്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പോലുള്ള ഒരുപാട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഉസ്താദുമാർ കൈവക്കിയതിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉസ്താദുമാർ കൈവക്കണ്ട എന്ന് തന്നെ പറയാൻ കാരണം, ഒരുപാട് ഉസ്താദുമാർ തന്നെയാണ് KICR എപ്പോഴും സജീവമാക്കുന്നത്. അപ്പൊ സാധാരണക്കാരായ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ നമ്മുടെ ക്ലാസുകൾ മുന്നോട്ട് പോകണമല്ലോ, അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രം. ഏതായാലും ഞാൻ ഇന്നലെ പറഞ്ഞ, എന്റെ ശബ്ദം ശ്രവിച്ച പലരും ഉണ്ടാവാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈമാൻ 2 പകുതിയാണ് എന്ന ഒരു ഹദീസായിരുന്നു ഇന്നലെ ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അൽ ഈമാനി നിസ്ഫാനി എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈമാൻ 2 പകുതിയാണ്. ഒന്നാമത്തെ പകുതി അത് ക്ഷമയുടേതാണ്. നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, അസ്സബറു നിസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാനിന്റെ പകുതിയാണ്. എന്നാൽ സുഹൃത്തുക്കളെ, മറ്റേ പകുതി ഏതാണെന്ന് ഇന്നലെ എന്റെ ശബ്ദം കേട്ടവരുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഒരു ക്ലാസ് ശൈലിയിൽ തന്നെ പോകട്ടെ എന്ന് കരുതിയിട്ടാണ്. ഒരു വയലാവുന്നതിലപ്പുറം ഒരു ക്ലാസ് എന്ന ശൈലിയിൽ തന്നെ പോയാൽ ഒന്നുകൂടി നന്നാകും, അല്പം ക്ഷീണവും കുറഞ്ഞു കിട്ടും എന്ന ഒരു പ്രതീക്ഷ കൊണ്ടുമാണ് അങ്ങനെ ചോദിക്കുന്നത്. ഒന്ന് നിസ്ഫുൻ ഫി സബ്റാണ്, മറ്റേതേതാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഓർമ്മയിലുണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്താൽ നന്നാവും.
ഓർമ്മയിലുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം. ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആലിമല്ല, മുത്താലിമാണ്. അത് മുത്താലിമീങ്ങളോടാണ് ചോദ്യം, ആലിമീങ്ങളോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. ലജ്ജ ആണോ? അല്ല. അൽ ഈമാനി നിസ്ഫാനി നിസ്ഫുൻ ഫി സ്വബ്രി വ നിസ്ഫുൻ ഡാഷ് ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് പറഞ്ഞതിന് ശേഷം പറയാം. ശുദ്ധി അല്ല, അത്തൊഹൂർ ഷത്തുറുൽ ഈമാനാണ്. അത്തൊഹൂർ നിസ്ഫുൽ ഈമാനായിട്ടല്ല കണ്ടത്, അത്തൊഹൂർ ഷത്തുറുൽ ഈമാനാണ്. ഈമാനിന്റെ ഒരു ഭാഗം, പ്രധാന ഭാഗം, തുഹറല്ല. ഇന്നലെ ഞാനൊരു ഹദീസ് അങ്ങനെ തന്നെ ആവർത്തിച്ചിരുന്നു. അൽ ഈമാനി നിസ്ഫുൻ ഫി സ്വബ്ർ, ഈമാനി നിസ്ഫാനി നിസ്ഫുൻ ഫി സ്വബ്രി. ഈമാൻ രണ്ട് പകുതിയാണ്. ഒരു പകുതി ക്ഷമയിലാണ്, മറ്റൊരു പകുതി. എന്നിട്ടൊരു ഉപോത്പകമായൊരു ഹദീസും ഞാൻ ഉദ്ധരിച്ചിരുന്നു. അജബല്ലി അംരിൽ മുഅ്മിൻ എന്ന് തുടങ്ങുന്ന ഒരു ഹദീസ്. മുഅ്മിനിന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. അവന് പ്രയാസങ്ങൾ വരുമ്പോൾ അവൻ ക്ഷമിക്കുകയും, അവന് ഇബാദത്ത് അല്ല, പ്രയാസങ്ങൾ വരുമ്പോൾ അവൻ ക്ഷമിക്കുകയും, വിപത്തുകൾ വരുമ്പോൾ ക്ഷമിക്കുകയും, അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ അവൻ ശുക്ർ ചെയ്യുകയും ചെയ്യും. അതെ, ശുക്ർ. അതാണ് അയ്യുബ്ലാത്തൂരി കിതാബ് നോക്കി കണ്ടുപിടിച്ചതാണ് മനസ്സിലാകുന്നത്. ഏതായാലും അൽ ഈമാൻ നിസ്ഫുൻ ഫി സ്വബ്രി വ നിസ്ഫുൻ ഫി ശുക്രി. ഈമാനിന്റെ ഒരു പകുതി അത് ക്ഷമയിലാണ്, മറ്റൊരു പകുതി ശുക്റിലുമാണ്. ഈമാൻ, ശുക്ർ, ക്ഷമ, ഈ രണ്ടും കൂടി. അതെ, ബ്ലാത്തൂരി ആലിമാണ്, ശരിയാണ്. അപ്പൊ ഈമാന് ശുക്റും സബറും സമ്മേളിച്ചതാണ്. ശുക്റും സബറും സമ്മേളിച്ച ഈമാനാണ് ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടത്. എന്നാൽ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയെന്നോളം ജീവിതത്തിൽ ഏതേതു വിജയങ്ങൾ കരസ്ഥമാവാനും അനിവാര്യമായ ഒന്നാണ് ക്ഷമ. കർമ്മങ്ങൾ ചെയ്യാൻ, തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ, അപ്രകാരം വിപത്തുകൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എല്ലാത്തിനും ആവശ്യമായതാണ് ക്ഷമ. എന്നു മാത്രമല്ല, ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായൊരു ഘടകമാണ് ക്ഷമ. ക്ഷമയുടെ തോത് എത്ര കണ്ട് വികസിക്കുന്നുവോ അത്ര കണ്ട് വിജയം പ്രാപിക്കാം. ക്ഷമ എത്ര കണ്ട് നഷ്ടപ്പെടുന്നുവോ അത്ര കണ്ട് പരാജയത്തിലേക്കും കൂപ്പുകുത്താം. ഒരു ദാമ്പത്യ ജീവിതം ഉദാഹരണത്തിനെടുക്കാം. ദാമ്പത്യ ജീവിതം എത്ര കണ്ട് ഉന്നതങ്ങളിലേക്ക് പ്രാപിക്കണമോ ക്ഷമയുടെ നെല്ലിപ്പടി കാണണം. ക്ഷമ എത്ര കണ്ട് വികസിക്കുന്നുവോ അതിനനുസരിച്ചാണ് ദാമ്പത്യ ജീവിതം മെച്ചപ്പെടുന്നത്. അപ്രകാരം നമ്മുടെ സന്താന പരിപാലനം, മക്കളെ നാം പരിപാലിക്കുമ്പോ എത്ര കണ്ട് നാം ക്ഷമയോടെ കൈകാര്യം ചെയ്യുന്നുവോ അതിനനുസൃതമായ വിജയം നമുക്ക് ലഭിക്കും. ഇങ്ങനെ തുടങ്ങി ജീവിതത്തിലെ വായുവിനെ പോലെ, വെള്ളത്തെപ്പോലെ, വെളിച്ചത്തെപ്പോലെ ലറൂറിയായ വിഷയമായി നമുക്ക് വേണമെങ്കിൽ ക്ഷമയെ എണ്ണാം. ഏതേത് വിജയങ്ങളുടെ പിന്നിലും ക്ഷമക്ക് വലിയ സ്ഥാനമാനങ്ങളുണ്ട്. ക്ഷമയെ അതുകൊണ്ടാണ് മഹാന്മാരൊക്കെയും വല്ലാതെ പ്രോത്സാഹിപ്പിച്ചതും. മഹാനായ സുലൈമാൻ ഇബ്നുൽ ഖാസിം എന്ന് പറഞ്ഞ മഹാൻ പരിചയപ്പെടുത്തിയിട്ട് കാണാം, കുല്ലു അമലിൻ യുറഫു സവാബുഹു, എല്ലാ കർമ്മങ്ങളുടെയും പ്രതിഫലം അറിയപ്പെട്ടതാണ്. ഇല്ല സബർ, ക്ഷമയുടെ പ്രതിഫലം അറിയപ്പെട്ടതല്ല. കാരണം അള്ളാഹു തന്നെ പറഞ്ഞത് അങ്ങനെയാണ്, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമാലുക്കൾക്ക് അവരുടെ പ്രതിഫലം കണക്കും കയ്യുമില്ലാതെ നൽകപ്പെടുന്നതാണ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാൻ പറഞ്ഞു, കൽമാഇൽ മുൻഹമിർ, കുത്തിയൊലിക്കുന്ന വെള്ളം പോലെ, ഒരു മലവെള്ളപ്പാച്ചില് പോലെ അള്ളാഹു ക്ഷമാലുക്കൾക്ക് പ്രതിഫലം നൽകപ്പെടും. ക്ഷമ ജീവിതത്തിന്റെ ഏതേത് വിജയങ്ങൾക്ക് നല്ല, ഒരുപക്ഷെ മുന്നോട്ടുള്ള ഗമനത്തിനു പോലും അനിവാര്യമായ ഒന്നാണ് ക്ഷമ. അതുകൊണ്ടാണല്ലോ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടല്ലോ, അഖീലൻ തനാലുൽ ഇൽമ ഇല്ലാ ബിസിത്തത്തി സഉംബീക അൻ മജ്മൂഇഹാ ബിബയാനി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇൽമ കരസ്ഥമാകൂല 6 കാര്യങ്ങൾ കൊണ്ടല്ലാതെ. അത് നിനക്ക് ഞാൻ വിശദീകരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇമാമുൻ ശാഫിഈ പറഞ്ഞു, സകാഇൻ വഹിർസിൻ വസ്തിബാരിൻ വബുൽഗതി
വഇർഷാദു ഉസ്താദി വതൂലി സമാനി. ഒന്ന് ദക്കാ വേണം, ബുദ്ധി വേണം, ഹിർസ് വേണം, പഠിക്കണമെന്ന വലിയ ആഗ്രഹം വേണം. പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പഠനം എളുപ്പമാകുള്ളൂ. ദക്കാഉം വഹിർസുൻ വസ്തിബാരിം വബുൽഗതി. അപ്രകാരം നന്നായി ക്ഷമ വേണം. ക്ഷമിക്കുന്നവർക്ക് പഠിക്കാൻ കഴിയുള്ളൂ. ഉദാഹരണത്തിന് പഴയകാലത്തൊക്കെ ദർസിലേക്ക് ഒരാൾ പോയി, അല്ലെങ്കിൽ മദ്രസയിലേക്ക് പോയി, മദ്രസയിൽ നിന്ന് ഉസ്താദിന്റെ എന്തോ ഒരു പ്രഹരം കിട്ടുമ്പോഴേക്കും നിർത്തിയാൽ അവനെ സംബന്ധിച്ചിടത്തോളം പഠനം മുന്നോട്ട് പോകില്ല. പഴയകാലത്ത് പ്രത്യേകിച്ച് ഉസ്താദുമാരൊരു പക്ഷേ അസഭ്യങ്ങൾ പറയുമ്പോൾ അത് ക്ഷമിക്കാൻ സാധിക്കാത്തവന് മുന്നോട്ട് പോകാൻ കഴിയൂല. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇനി ഏത് രൂപത്തിലും, ഉദാഹരണത്തിന് വലിയ ഉന്നത വിദ്യാഭ്യാസങ്ങൾ നേടുവാൻ വേണ്ടി ഒരാൾ കോളേജ് കലാലയങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ്. കോളേജ് കലാലയങ്ങളിൽ ചില നിയമങ്ങളുണ്ടാകും. ആ നിയമങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തവന് പഠനം പൂർത്തിയാക്കാൻ പറ്റൂല. ഒരുപക്ഷെ നമ്മൾ മൊബൈലും ഫേസ്ബുക്കും ട്വിറ്ററും തുടങ്ങി നാടുകളാണെങ്കിലും ഒരു ചില കേന്ദ്രങ്ങളിലേക്കും ചില സ്ഥാപനങ്ങളിലേക്കും കലാലയങ്ങളിലേക്കും ചെന്നു ചേരുമ്പോ ഒരുപക്ഷെ അത് IAS പഠിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥനാകാനുള്ള പരീക്ഷകളാണെങ്കിൽ പോലും, അതിനുള്ള കോഴ്സുകളാണെങ്കിൽ പോലും അവിടങ്ങളിൽ ഇത്തരം വസ്തുതകൾക്ക് നിയന്ത്രണം വെച്ചേക്കാം. അതെന്നെ കൊണ്ടാവില്ലെന്ന് പറഞ്ഞാൽ ഓനിക്ക് IAS-കാരനാവാനും പറ്റില്ല, അവന് ഉന്നതങ്ങൾ കീഴടക്കാൻ പറ്റില്ല. ഉന്നതങ്ങൾ കീഴടക്കണമെങ്കിൽ ഒക്കെയും അനിവാര്യമാണ് ക്ഷമ. ജീവിതത്തിൽ എത്ര കണ്ട് മുന്നോട്ടു ഗമനം സാധ്യമാകണോ അതിനൊക്കെയും വളരെ നിമിത്തമാകുന്ന ഒരു ഘടകമാണ് ക്ഷമ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ക്ഷമ പരിശുദ്ധ ഇസ്ലാമിലെ കർമ്മങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിലെ ഏതേത് വിഷയങ്ങളിലും ക്ഷമ അനിവാര്യം തന്നെയാണ്. പഠനം മുന്നോട്ട് പോകാൻ ബഹുമാനപ്പെട്ടവര് പറഞ്ഞതാണ്, ഇസ്തിബാർ ക്ഷമ വേണം. വഇർഷാദു ഉസ്താദി വതൂലി സമാനി. കാലം ചിലപ്പോൾ എടുക്കേണ്ടി വരും. എല്ലാം പെട്ടെന്ന് കൈക്കൊമ്പിളിലേക്ക് കടന്നു വരുമെന്ന് ആലോചിക്കരുത്. അല്പം അതിനു വേണ്ടി ശ്രമകരമായി ക്ഷമയോടെ മുന്നോട്ട് പോകണം. പലരിൽ നിന്നും പലതും കേൾക്കേണ്ടി വരും. ചിലപ്പോ ഒരുപക്ഷെ പഠിക്കുമ്പോ പ്രത്യേകിച്ച് ചില ആളുകളുടെ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും. ചിലപ്പോൾ ചില വിദ്യാർത്ഥികളിൽ നിന്ന് പ്രഹരങ്ങൾ കേൾക്കേണ്ടി വരും. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടുന്ന പലരും പലപ്പോഴും അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തിന് ശേഷം അവരോട് ഉള്ളു തുറക്കാൻ പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് റാഗിങ്ങിന്റെ കഥകൾ പുറത്തു വരാറുണ്ടാകും. ഈ റാഗിങ്ങിനെ അവർ അനങ്ങാതെ പിടിച്ചുവെച്ചത് അവരുടെ ഉന്നതങ്ങൾ കണ്ടപ്പോഴാണ്. ഉന്നതങ്ങളിലേക്ക് കയറാമെന്ന് കണ്ടപ്പോൾ ഈ റാഗിങ് തൽക്കാലം പുറത്തു പറയണ്ട എന്ന് തീരുമാനിച്ചിരിക്കും. ഇങ്ങനെ പലപ്പോഴും പലതും ക്ഷമിച്ചിട്ടേ ജീവിതത്തിലെ വിജയം കണ്ടെത്താൻ പറ്റുമെങ്കിൽ യഥാർത്ഥ വിജയമായ ആഖിറത്തിലേക്ക് ക്ഷമയുടെ എത്ര കണ്ട് അനിവാര്യമാണ്. അപ്പോഴാണ് ക്ഷമയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കവി പാടിയത് കാണാം, ഏത് പ്രയാസത്തെയും ഞാൻ എളുപ്പമായി മനസ്സിലാക്കും. ഔ ഉദരിക്കൽ മുന, ആഗ്രഹങ്ങൾ എത്തിക്കുന്നതുവരെ, ആഗ്രഹങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഏത് പ്രയാസമുള്ളതും ഞാൻ എളുപ്പമായേ മനസ്സിലാക്കുള്ളൂ. എന്തുകൊണ്ട്? ഫമങ്കാദത്തില്ലാമാലു ഇല്ലാലി സാബിരി, ആഗ്രഹങ്ങൾ ക്ഷമാലുവിന് മാത്രമേ കീഴടങ്ങിയിട്ടുള്ളൂ. ക്ഷമാലുവിന് മാത്രമേ, ക്ഷമിക്കുന്നവന് മാത്രമേ ആഗ്രഹങ്ങൾ കീഴടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് ക്ഷമ എന്ന വളരെ പ്രധാനമായ പരിശുദ്ധ ഇസ്ലാമിന്റെ പകുതി എന്ന് പറയപ്പെടുന്ന ഈ ഗുണം, ഈമാനിന്റെ പകുതി എന്ന ഗുണം ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനമായ ഗുണമാണ്. ഒരാൾക്ക് ക്ഷമയില്ലെങ്കിൽ അവനുമായി നമുക്ക് ഒത്തുപോകാൻ കഴിയൂല. അതുകൊണ്ടാണല്ലോ യാത്രക്കൊരുങ്ങുമ്പോ മഹാനായ സയ്യിദുനാ ഖളർ അലൈഹിസ്സലാത്തു വസ്സലാം, ഖളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം സയ്യിദുനാ മൂസയോട് പറഞ്ഞല്ലോ, ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റാ, എന്റെ കൂടെ ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. യാത്രക്ക് പോകുമ്പോൾ പരസ്പരം രണ്ടുപേരും ക്ഷമിക്കൊക്കെ വേണ്ടി വരും. പക്ഷെ ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റാ, എന്റെ കൂടെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയൂല, അപ്പൊ യാത്ര മുന്നോട്ട് പോകൂല. യാത്രയുടെ കൃത്യമായ മുന്നോട്ടുള്ള ഗമനത്തിന് ക്ഷമ വേണം.
രണ്ടുപേര് യാത്ര പോകുമ്പോൾ രണ്ടുപേരും വ്യത്യസ്ത അഭിപ്രായം പറയുകയും ആരും ഒന്ന് പരസ്പരം ശ്രമിക്കാതിരിക്കുകയും ചെയ്ത് യാത്ര മുന്നോട്ട് പോകില്ലല്ലോ. അപ്പൊ യാത്രക്ക് ക്ഷമ വേണം. എന്നിട്ടോ ആ ക്ഷമയെ മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ക്ഷമയെയാണ് പരീക്ഷിച്ചത്. 3 വട്ടങ്ങളിലായി പരീക്ഷിച്ചു സയ്യിദുനാ ഖദർ അലൈഹിസ്സലാം. അങ്ങനെയാ എന്ന് പറഞ്ഞാൽ ക്ഷമ എവിടെയും അനിവാര്യം. അസ്സബ്ർ, ക്ഷമ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ടുള്ള ഗമനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ക്ഷമ വേണം. റമദാനിലും വേണം, തുടർന്നും വേണം, ജീവിതത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വേണം. അതുകൊണ്ടാണല്ലോ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന കാലത്ത് എന്റെ ദീൻ മുറുകെ പിടിക്കുന്നവൻ, പരിശുദ്ധ ദീന് മുറുകെ പിടിക്കുന്നവൻ കഖാബിലി ജംറ, തീക്കനൽ പിടിച്ചവനെ പോലെയാണ്. തീക്കനൽ പിടിച്ചവനെ പോലെയാണ്. അവന് തീക്കനലാണ്. ഇത് തന്റെ കയ്യിൽ വെക്കുമ്പോൾ കൈ പൊള്ളുന്നു, പക്ഷെ ഇത് വിളിച്ചറിയാൻ പറ്റില്ല. കാരണം ഇത് പരിശുദ്ധ ദീനാണ്. പരിശുദ്ധ ദീൻ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും നന്നായി ക്ഷമിക്കേണ്ടി വരും. അതുകൊണ്ടാണല്ലോ പൂർവികരായ സമുദായത്തിൽ വലിയ പീഡനങ്ങളുടെ കഥകളുണ്ടായത്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയല്ലോ. നിങ്ങൾക്ക് ക്ഷമയൊക്കെ കടന്നു വരും, നിങ്ങൾക്കെല്ലാം ക്ഷമിക്കേണ്ട മേഖലകളിലേക്ക് വരും. നിങ്ങൾക്കേറെയും ക്ഷമയുടെ വലിയ അളവൊന്നും കാണേണ്ടി വരൂല. എന്നാൽ നിങ്ങളുടെ പൂർവികരുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ച് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാഹിറിന്റെ കഥ പറഞ്ഞത് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ടല്ലോ. സാഹിറിന്റെ കഥ അറിയുന്ന സുഹൃത്തുക്കളായിരിക്കുമല്ലോ എന്റെ കൂട്ടത്തിലുള്ളതല്ലേ, ഞാൻ കഥ പറയണ്ടല്ലോ. മഹാനായ ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിച്ച ഹദീസാണ് സാഹിറിന്റെ കഥ. സുഹൃത്തുക്കൾക്കൊക്കെ അറിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അറിയില്ലെങ്കിലൊന്നില്ലാന്ന് ഒരു 4-5 അറിയില്ലെങ്കിൽ മാത്രം പറയാലോ. നോ, ഇല്ല, സുബ്ഹാനല്ലാഹ് പറയണം, കുടുങ്ങിയല്ലോ. ഏതായാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ചരിത്രമാണല്ലോ, പറയാം. അറിയുമെങ്കിലും പറയാം. എന്താ സംഭവം? ബനൂ ഇസ്രാഈൽ മുൻകാലത്ത് ഒരു സാഹിറുണ്ടായിരുന്നു. ഒരു രാജാവിന്, ഒരു നന്നായിട്ട് സിഹിർ ചെയ്യുന്ന രാജാവിന്റെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നിർവഹിച്ചു കൊടുക്കുന്ന, സിഹിറിലൂടെ ഫലിപ്പിച്ചു കൊടുക്കുന്ന ഒരു സാഹിറുണ്ടായിരുന്നു. സാഹിറിന് പ്രായമായപ്പോൾ സാഹിർ പുണ്യനബിയെ സമീപിച്ചു പറഞ്ഞു, നബിയെ, സാഹിർ ഈ മലക്കിനെ, ഈ രാജാവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട രാജാ, എനിക്ക് പ്രായമായിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ സിഹിറൊക്കെ നന്നായി പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു വളരെ സമർത്ഥനായ വിദ്യാർത്ഥിയെ എന്റെ അരികിലേക്ക് പറഞ്ഞേക്കണം. അങ്ങനെ രാജാവ് ഒരു സമർത്ഥനായ വിദ്യാർത്ഥിയെ തെരഞ്ഞുപിടിച്ച് തന്റെ സാഹിറിന്റെ അരികിലേക്ക് പഠനത്തിന് വേണ്ടി അയക്കുകയാണ്. അങ്ങനെ വിദ്യാർത്ഥി പഠിക്കുന്നതിനിടയിൽ, പഠനത്തിന് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം ഒരു നല്ല മഹാനായ മനുഷ്യനെ കണ്ടുമുട്ടുകയാണ്. ഒരു പുരോഹിതൻ റാഹിബിനെ കണ്ടുമുട്ടുകയാണ്. റാഹിബിനെ കണ്ടുമുട്ടി. റാഹിബ് ചോദിച്ചു, അല്ല കുട്ടി, നീ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ സിഹിർ പഠിക്കാനാണ്. സിഹിർ പഠിക്കാനോ? സിഹിർ വളരെ മോശപ്പെട്ട ഏർപ്പാടല്ലേ. പക്ഷേ കുട്ടി പറഞ്ഞു, സിഹിർ പഠിക്കാൻ എന്നെ രാജാവ് ഏൽപ്പിച്ചതാണ്, എനിക്ക് പഠിക്കണം. എന്നാൽ ഞാനും ചിലത് പഠിപ്പിച്ചു തരാം. അങ്ങനെ പുരോഹിതന്റെ അരികിൽ നിന്നും പഠിക്കും, അപ്രകാരം സാഹിറിന്റെ അരികിൽ നിന്നും പഠിക്കും. സാഹിറിന്റെ അടുത്തെത്താൻ വൈകിയാൽ വീട്ടുകാരെ കുറ്റം പറയും, വീട്ടിലെത്താൻ വൈകിയാൽ ഇയാളെയും കുറ്റം പറയും. ഇങ്ങനെ പരസ്പരം രണ്ടുപേരെയും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ആരുമറിയാതെ ഈ റാഹിബിൽ നിന്ന് കുട്ടി വിജ്ഞാനം പഠിക്കുകയാണ്. പരിശുദ്ധ ദീന് നുകർന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ദീൻ ഇങ്ങനെ നുകരുകയാണ് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് സിഹിറും പഠിച്ച് മുന്നോട്ട് പോവുക. ആയിടയ്ക്ക് ആ സമയത്താണ് ഈ കുട്ടിക്കാണെങ്കിൽ ആകെ പ്രയാസമായി മനസ്സംഘർഷം അനുഭവപ്പെടുകയാണ്. ഞാനെന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ സിഹിറാണ് നല്ലതെന്ന് തോന്നുന്നു, അതിനേക്കാളുപരി റാഹിബാണ് നല്ലവനുമെന്നും തോന്നുന്നു. ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്നിങ്ങനെ ആശ്ചര്യപ്പെട്ടുകൊണ്ടിരിക്കവെയാണ് നാട്ടിലൊരു പ്രയാസകരമായ രൂപത്തിൽ ഒരു വന്യജീവി പ്രകടമാവുകയാണ്. ഒരു വന്യജീവി സമൂഹത്തെ, തന്റെ നിരന്തര ജീവിതത്തെ, സ്വത്ത ജീവിതത്തെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ ഒരു ജീവി പ്രത്യക്ഷപ്പെടുകയാണ്. ഈ ജീവി പ്രത്യക്ഷപ്പെട്ടപ്പോ കുട്ടിയുടെ മുന്നിലാണ് ഈ ജീവിയുടെ വിഷയത്തെ എത്തിയത്. കുട്ടി ഈ വിഷയത്തിൽ ഇവിടെ വെച്ച് ഞാൻ തീരുമാനമാക്കും, സാഹിറാണോ നല്ലവൻ അല്ല റാഹിബാണോ നല്ലവൻ എന്ന് തീരുമാനമാക്കുമെന്നും കരുതി ഈ കുട്ടി, സാഹിറിന്റെ ഈ കുട്ടി, പടച്ചതം എന്നെ സൃഷ്ടിച്ച സാഹിറാണ് നല്ലവനെങ്കിൽ ഈ എറിയുന്ന കല്ലുകൊണ്ട്, ഈ എയ്യുന്ന അമ്പ് കൊണ്ട് ഈ വന്യജീവിയെ തകർത്തെറിയുമെന്ന് ആ കുട്ടി പ്രാർത്ഥിക്കുകയും
അങ്ങനെ അമ്പുകൊണ്ട് റാഹിബാണ് നല്ലവനെങ്കിലെന്ന് കരുതി അമ്പുകൊണ്ടെറിയുകയും അമ്പയ്യേണ്ട താമസം ആ വന്യജീവി നാട്ടുകാരെ പേടിച്ച് ഭീഷണിപ്പെടുത്തിയ, നാട്ടുകാരുടെ ജീവിതത്തെ വല്ലാതെ വേവലാതിപ്പെടുത്തിയ, ഭീഷണിപ്പെടുത്തിയ ആ വന്യജീവിയെ ഈ ചെറിയ മോൻ, ഈ ചെറിയ കുട്ടി നശിപ്പിക്കുകയാണ്. ഇത് കണ്ടപ്പോ നാട്ടുകാർക്ക് അത്ഭുതം കൂറി എന്നല്ല വൃത്താന്തം രാജാ സദസ്സിലേക്കെത്തി. രാജാവ് കുട്ടിയെ വിളിപ്പിച്ചു പറഞ്ഞു, മോൻ വളരെ അഭിനന്ദനം അർഹിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ഞാൻ വളരെ മുന്നോട്ട് പോയിരിക്കാൻ, എന്റെ പ്രവർത്തനം വലിയ മെച്ചമുള്ളതായിട്ടുണ്ട്. നീ എല്ലാവിധ അഭിവാദനങ്ങളും നിനക്ക് അർഹിക്കുന്നു, സർവ്വവിധ കൺഗ്രാജുലേഷനും അർഹിക്കുന്നു എന്നൊക്കെ വിളിച്ച് രാജാവ് മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് പ്രിയപ്പെട്ട കുഞ്ഞിനെ. ഈ സഹോദരനെ, ഈ ചെറുപ്പക്കാരനായ സിഹ്ർ പഠിക്കുകയും അതോടൊപ്പം ഇപ്പുറത്ത് നന്മയും പഠിക്കുകയും ചെയ്ത ആ കുഞ്ഞിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് ഈ സുഹൃത്ത്. അങ്ങനെ മുക്തകണ്ഠം പ്രശംസ കേട്ട് ഈ കുഞ്ഞ് പറഞ്ഞു, ഒന്നുമല്ല, എന്റെ സിഹ്ർ കൊണ്ടൊന്നല്ല കിട്ടിയത്, ഇത് ലഭിച്ചത് എന്റെ റബ്ബിനെ കൊണ്ടാണ് എനിക്കിത് ലഭിച്ചത്. ഇത് കേൾക്കേണ്ട താമസം അയാൾ ചോദിച്ചു, ഞാനല്ലാത്ത മറ്റൊരു റബ്ബോ, ഞാനല്ലാത്തൊരു അലക്ക റബ്ബുൻ ഗൈരി, ഞാനല്ലാത്തൊരു റബ്ബ് നിനക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇയാൾ പറഞ്ഞു, ഉണ്ടല്ലോ, എന്നെയും റബ്ബി വ റബ്ബുക്കല്ലാഹ്, എന്നെയും അങ്ങയെയും പടച്ച റബ്ബ്, എന്റെയും നിങ്ങളുടെയും റബ്ബ് അല്ലാഹ്. ഇത് കേട്ടപ്പോ രാജാവ് നെട്ടി. ഞാൻ സിഹ്ർ പഠിക്കാൻ അയച്ചിട്ട് കുഞ്ഞിങ്ങനെ ആയത്? വിവരമന്വേഷിച്ചു. കുട്ടിയെ ധാരാളം ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം പുരോഹിതനെ മനസ്സിലായി. പുരോഹിതനെ പിടികൂടപ്പെട്ടു. പുരോഹിതൻ ഈ കുട്ടിയെ ഈ നിലയിലാക്കിയതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടു. അതിനുശേഷം കുട്ടിയെ പീഡിക്കപ്പെടാൻ, കുട്ടിയെ എങ്ങനെയെങ്കിലും മനം മാറ്റണം. കുട്ടിയെ മനം മാറ്റുന്നതിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു. ഒന്നാമതായി തന്റെ അനുയായികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെയും കൊണ്ട് വലിയ പർവ്വത ശിഖരത്തിലേക്ക് കയറണം, പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് കയറണം. എന്നിട്ട് പർവ്വതത്തിന്റെ കൊടുമുടിയിലെത്തിയാൽ കുഞ്ഞിനോട് പറയണം, ഇതാ നീ നിന്റെ ദൈവത്തെ അവിശ്വസിച്ച് നമ്മുടെ രാജാവിനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ മുകളിൽ നിന്ന് നിന്നെ ഞാൻ താഴോട്ടെറിയുകയും നീ തുണ്ടമായി വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. ഇത് കേട്ടപ്പോ ആ കുഞ്ഞിനെയും കൊണ്ട് രാജാവിന്റെ സൈന്യം പോവുകയാണ്. പർവ്വതത്തിന്റെ ശിഖരത്തിലെത്തിയപ്പോ, പർവ്വതത്തിന്റെ കൊടുമുടിയിലെത്തിയപ്പോ സൈന്യങ്ങൾ പറഞ്ഞു, മോനെ, ഇതാ സംഭവം, ഇവിടെ നിന്ന് നിന്നെ താഴോട്ടിടാനാണ് ഓർഡർ. ഓക്കെ, അങ്ങനെയാണ് ഓർഡർ. ആ കുഞ്ഞവിടെ വെച്ച് ദുആ ചെയ്തു, അല്ലാഹുവേ, നീ ഉദ്ദേശിച്ചത് കൊണ്ട് അവർക്ക് നീ പര്യാപ്തമാക്കി കൊടുത്തോളൂ. അവർക്ക് നീ ഉദ്ദേശിച്ചത് കൊടുത്തേക്കൂ എന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കേണ്ട താമസം പർവ്വതം കുലുങ്ങുകയും അവരൊക്കെയും വീണ് തരിപ്പണമാവുകയും കുഞ്ഞ് വളരെ ഒരു കുഴപ്പമില്ലാത്ത, വളരെ ആരോഗ്യത്തോടെ, വളരെ ഒരു പ്രയാസവുമില്ലാതെ വീണ്ടും തിരിച്ചരികയാണ്. ഇത് കണ്ടപ്പോ ഇയാള് വീണ്ടും പ്രയാസപ്പെട്ടു. രാജാവ് കുടുങ്ങി. രാജാവ് വീണ്ടും ആ കുട്ടിയെ വിളിച്ചു മാറാം പലജാതി അവർ വർത്തമാനങ്ങളും പറഞ്ഞു. പക്ഷേ ആ വർത്തമാനൊന്നും ഉപകാരപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ വീണ്ടും അയാൾ മറ്റു സൈന്യങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇവനെയും കൂട്ടി ഒരു കപ്പലിൽ യാത്ര പോകണം. കപ്പലിൽ യാത്ര പോയിട്ട് കപ്പൽ കടലിന്റെ ആഴികളിലെത്തുമ്പോ അവിടെ വെച്ച് ഇവനെ പിടിക്കണം. ഇവനോട് പറയണം, കപ്പൽ ആഴത്തിലെത്തിയാൽ അവനോട് പറയാ, ഇതാ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിൽ നിരാകരിച്ച് നമ്മുടെ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇതാ നിന്നെ ഇവിടെ വെച്ച് ഞങ്ങൾ എറിയുന്നു, ഞങ്ങൾ നിന്നെ കൂട്ടാതെ തിരിച്ചു പോകുന്നു എന്ന് പറയണം. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് കപ്പൽ കയറി കപ്പൽ സമുദ്രത്തിന്റെ അഗാധ ഗർത്തങ്ങളുടെ ഭാഗത്തെത്തിയപ്പോ അവര് പറഞ്ഞു, കുഞ്ഞെ, നീ നിന്റെ ദൈവത്തെ വിട്ട് നമ്മുടെ രാജാവിനെ വിശ്വസിക്കണം. പക്ഷേ കുഞ്ഞപ്പോഴും പറഞ്ഞു, അല്ലാഹുമ്മക്ഫിനീഹിം ബിമാ ശിഅ്ത, പടച്ചോനെ അവർക്ക് നീ കൊടുത്തേക്ക് എന്ന്. അങ്ങനെ അവരുടെ കഥയും കഴിഞ്ഞു. കുട്ടി സുരക്ഷിതനായി. വീണ്ടും രാജാവ് കുടുങ്ങി.
രാജാവ് കുടുങ്ങി. ഇവൻ എന്ത് ചെയ്യും? താൻ ഒരു പർവ്വതത്തിലേക്ക് അയച്ചു, അവിടെ കുടുങ്ങി. ഇനി വീണ്ടും ഇവിടത്തേക്ക് അയച്ചും ഇവിടെയും ഞാൻ കുടുങ്ങിയിരിക്കുകയാണ്. ഇനി എന്തു മാർഗം? രാജാവ് ആകെ പ്രയാസപ്പെട്ടു. ഇനി എന്താണ് പരിഹാരം? കുട്ടിയോട് തന്നെ ചോദിച്ചു, അല്ല എന്ത് ചെയ്യും, നിന്നെന്ത് ചെയ്യണം? അപ്പം കുട്ടി പറഞ്ഞു രാജാവിനോട്, ഇന്നക ലസ്ത ബിഖാതിലി ഹത്താ തഫ്അല മാ ആമുറുക ബി. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്താലേ എന്നെ കൊല്ലാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കഴിയൂല. ഞാൻ എന്താണോ പറയുന്നത് അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാം. എന്നാ പിന്നെ ഏതാണെന്ന് ചോദിച്ചു. രാജാവ് ഏതായാലും തൽക്കാലം കൊല്ലാനുള്ള മാർഗം അവൻ തന്നെ പറഞ്ഞുതരുമെങ്കിൽ തൽക്കാലം കേൾക്കാലോ. അങ്ങനെ കേൾക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കേട്ടു. അപ്പം രാജാവിനോട് ബഹുമാനപ്പെട്ട ഈ കുട്ടി പറയുന്ന വിഷയം എന്താ? ഒന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ജനങ്ങളെയൊക്കെ ഒരു വലിയ മൈതാനിയിൽ ഒരുമിച്ച് കൂട്ടുക. ജനങ്ങളെയൊക്കെ ഒരു വലിയ മൈതാനിയിൽ ഒരുമിച്ച് കൂട്ടുക. എന്നിട്ടൊരു വലിയ മരത്തടിയുടെ മേൽ, ഒരു തടിയുടെ മേൽ എന്നെ കുരിശിലേറ്റുക. എന്നിട്ട് എന്റെ അമ്പിൽ നിന്നും എന്റെ ഒരു അമ്പെടുക്കുക. എന്നിട്ട് പറയാ, ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം. ഈ കുട്ടിയുടെ റബ്ബായ അള്ളാഹുവിന്റെ നാമത്തിൽ അമ്പെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമ്പെയ്തോളൂ. എന്നാൽ ഞാൻ മരിക്കും, അല്ലേ ഞാൻ മരിക്കൂല. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കൊല്ലാം എന്ന് രാജാവിനോട് ഈ കുട്ടി പറയുകയും, അങ്ങനെ രാജാവ് പൊട്ടനാണ്. രാജാവ് സത്യത്തിൽ ഒരു വിവരക്കേടാ ചെയ്യാൻ പോണ്. രാജാവ് കുട്ടിയെ വിളിച്ചു. ജനങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു വലിയ മൈതാനിയിൽ ഒരുമിച്ച് കൂട്ടി. കുട്ടിയെ ഒരു കുരിശിന്മേൽ തറക്കുകയും തന്റെ അമ്പിൽ നിന്നൊരു ഒരു അമ്പെടുത്ത് ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞ് അമ്പെയ്തു. അമ്പെയ്യേണ്ട താമസം കുട്ടിയുടെ മൂർധാവിൽ അമ്പ് തറക്കുകയും അങ്ങനെ കുട്ടി മരിച്ചു വീഴുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ ആളുകളൊക്കെ വിളിച്ചു പറഞ്ഞു, ആമന്നാ ബിറബ്ബിൽ ഗുലാം, ആമന്നാ ബിറബ്ബിൽ ഗുലാം, ആമന്നാ ബിറബ്ബിൽ ഗുലാം. പഠിച്ചോനെ, ഞങ്ങൾ ഈ കുട്ടിന്റെ രക്ഷിതാവിൽ വിശ്വസിച്ചു. വെളുക്കാൻ തെച്ചു പാണ്ടായി. നേരത്തെ ആണെങ്കിൽ ആ കുട്ടിയെ വിശ്വസിക്കുമായിരുന്നുള്ളൂ. ഇപ്പിതാ എല്ലാരും വിശ്വസിച്ചിരിക്കാം. ആമന്നാ ബിറബ്ബിൽ ഗുലാം, കുട്ടിയുടെ റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് സർവരും വിളിച്ചു പറഞ്ഞു. അപ്പൊ രാജാവിന്റെ അടുത്ത ഓർഡർ, അതെയോ അങ്ങനെയാ, എന്നാൽ ജനങ്ങളൊക്കെ വിശ്വസിച്ചല്ലോ, ഒരു വലിയ തീക്കുണ്ടാരം നിർമ്മിക്കപ്പെടട്ടെ. എല്ലാ സ്ഥലങ്ങളിലും തീക്കുണ്ടാരങ്ങൾ നിർമ്മിക്കപ്പെട്ടു. തീക്കുണ്ടാരങ്ങളൊക്കെ നിർമ്മിക്കപ്പെട്ടു, നന്നായി തീ കത്തിക്കപ്പെട്ടു. ഇതിൽ നിന്ന് അവന്റെ ദീനിൽ നിന്ന് മടങ്ങുന്നില്ലേ, ഇതിൽ വീണോളാൻ പറയാ, അല്ലെങ്കിൽ പിടിച്ചിടും. അള്ളാഹുവിന്റെ പരിശുദ്ധ റബ്ബിൽ ഗുലാമിന്റെ മതത്തിൽ നിന്ന് മാറുന്നില്ലേ എങ്കിൽ ഇതിലേക്ക് വന്ന് ചാടിക്കോളാൻ പറയാ, ജീവിക്കാൻ പറ്റൂല. അങ്ങനെ ആളുകളൊക്കെ ആ തീക്കുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു. ആളുകളൊക്കെ അതിലേക്ക് വീണു. അങ്ങനെ ഒരു അവസാനം ഒരു കുഞ്ഞും ഒരു ഉമ്മയുമായി കടന്നു വരികയാണ് ഒരു ഉമ്മ. ആ ഉമ്മക്ക് അള്ളാഹുവിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയാൻ താല്പര്യമില്ല. പക്ഷേ തന്റെ കൂടെ ഒരു പിഞ്ചു പൈതലുണ്ട്. ഈ പിഞ്ചു പൈതലിനെയും വിട്ട് താൻ എന്ത് ചെയ്യുമെന്നിങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് അങ്ങനെ വീഴാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചൊക്കെ നിൽക്കുമ്പോ, എന്നാൽ ഉമ്മക്കാണ് മനസ്സ് വരുന്നില്ല. കാരണം തന്റെ പ്രിയപ്പെട്ട മോനയുമായി എങ്ങനെ ഈ തീക്കുണ്ടാരത്തിലേക്ക് എടുത്തെറിയും. അപ്പയാണ് കുഞ്ഞു പറയുന്നു, യാ ഉമ്മ ഇസ്ബിരി ഫഇന്നകി അലൽ ഹഖ്. ഉമ്മ ക്ഷമിച്ചോളൂ, ഉമ്മ സത്യത്തിന്മേലാണ്. ഉമ്മ ക്ഷമിച്ചോളൂ, ഉമ്മ സത്യത്തിന്മേലാണ്, പ്രയാസപ്പെടാനില്ല. അങ്ങനെ പറഞ്ഞു. ആ ഉമ്മയും ആ തീയിലേക്ക് എടുത്തെറിഞ്ഞു എന്നാണ്. ഇതെന്തിനാണ് പ്രവാചകൻ പറഞ്ഞത്? ഒരു വലിയ സംഭവമാണ്. മഹാനായ പുണ്യനബിയുടെ നാവ് കൊണ്ട് പറഞ്ഞ വലിയൊരു സംഭവമാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെയും സ്ഥലം പിടിച്ചതാണ്. ഹദീസുകൾ ഉറപ്പൊന്നുമില്ല. ഇമാം മുസ്ലിമും തുടങ്ങി വലിയ പ്രമുഖരൊക്കെ ഉദ്ധരിച്ച ഇമാം നബവി റഹിമഹുല്ല തന്റെ റിയാദുസ് സ്വാലിഹീനിൽ പോലും ഉദ്ധരിച്ച ഹദീസാണ്. വളരെയധികം പ്രകടമായി ഹദീസ്, ഈ സംഭവം, ചരിത്ര സംഭവം എന്തേ നമ്മെ സൂചിപ്പിക്കുന്നത്? പഴമയിലുള്ള ആളുകൾ ഇത്രയും പ്രയാസങ്ങൾ സഹിച്ചാണ് പരിശുദ്ധ ഇസ്ലാമിനെ പുൽകിയത്. നമുക്കൊന്നുമില്ല. മുസ്ലിമായതിന്റെ പേരിൽ സത്യത്തിൽ നമുക്കൊരു പ്രയാസമില്ല. ചിലരൊക്കെ പറയാറുണ്ട് നമ്മളൊക്കെ വലിയ മുസ്ലിമായതിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നെന്ന്. ഏതെങ്കിലും ചില മൂലകളിൽ നിന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം, മുസൽമാൻ ജാവോ പാകിസ്ഥാൻ എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം.
പക്ഷെ അതൊന്നും എവിടെയുമല്ല അതിനെയൊക്കെയും പ്രതിരോധിക്കാൻ പര്യാപ്തമായൊരു വകുപ്പ് നമ്മുടെ കയ്യിലുണ്ട് എന്നതാണ് സത്യം. നമുക്ക് ഇസ്ലാമായതിന്റെ പേരിൽ യാതൊരു പ്രയാസവുമില്ല. എന്നാലോ മുൻഗാമികളൊക്കെയും ഇത്രയും പ്രയാസങ്ങൾ സഹിച്ചിട്ടാ ഇസ്ലാമിനെ പുൽകിയത്, ഇസ്ലാമിനെ തന്റെ മാറോട് ചേർത്ത് പിടിച്ചത്. പറഞ്ഞു വന്നത് ക്ഷമ എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് അനിവാര്യമായ ഒന്നാണ്. നമ്മുടെ ജീവിതത്തിലെ ഇസ്ലാം കൃത്യമായി മുറുകെ പിടിക്കണമെങ്കിൽ ഈ വർത്തമാനകാലത്ത് ഈ സാഹചര്യത്തിൽ നന്നായി ക്ഷമിക്കേണ്ടി വരും. പലിശയുടെ മുതലില്ലാത്ത ദീനില്ല, പലിശയുടെ മുതലില്ലാത്ത സമ്പത്തില്ല, പലിശ പണം, അതൊക്കെ ബന്ധപ്പെടാത്ത ആളുകളോട് നമ്മൾ എങ്ങനെ, പലിശയുമായി ബന്ധപ്പെടാത്ത ആളുകളോടെല്ലാം നമ്മൾ എങ്ങനെ ബന്ധപ്പെടും എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. അങ്ങനെയൊന്നും നടക്കൂലല്ലോ ഇക്കാലത്ത് എന്നൊക്കെ ചിലരൊക്കെ വർത്തമാനം പറയുമ്പോൾ തമാശക്കെങ്കിലും പറയാറുണ്ട്. അതൊന്നും ഇക്കാലത്ത് നടക്കൂല. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എക്കാലത്ത് നടക്കേണ്ടതാ ഇസ്ലാമിൻ്റെത്. ഇസ്ലാം കാലികമാണ്, സമഗ്രമാണ്, ശാസ്ത്രീയമാണ്. നമ്മൾ വഴന്നു പറയാനുള്ളതല്ലല്ലോ. എല്ലാ കാലത്തും ഇസ്ലാമിന്റെ ആദർശങ്ങൾ വളരെ വിലപിടിപ്പുള്ളതാണ്. നമ്മളിപ്പം കാണാണല്ലോ, ഓപ്പറേഷൻ കുബേര നന്നായി നടക്കാൻ പത്രമാധ്യമങ്ങളോ മറ്റു മാധ്യമങ്ങളൊന്നും അതിന് കവറേജ് നൽകുന്നില്ല. കാരണം എന്താ? എവിടെയെങ്കിലും ഒരു വ്യഭിചാര കേസ് വരുമ്പോഴേക്കും വലിയ രൂപത്തിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ വായത്തോന്ന് വിളിച്ചു പറയുമ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യുന്ന പത്രമാധ്യമങ്ങളും മീഡിയകളൊന്നും എന്താ ഈ ഓപ്പറേഷൻ കുബേരക്ക് അത്ര വലിയ സ്ഥാനം നൽകാത്തത്? കാരണം ഓപ്പറേഷൻ കുബേരയുടെ പ്രതികൾ അവര് തന്നെയാണ്. അവരുടെ ശിങ്കിടികളാണ് ഒരു പക്ഷേ ഓപ്പറേഷൻ കുബേര കൃത്യമായി നടന്നാൽ പിടിക്കപ്പെടുന്നത്. അവരൊന്നും പിടിക്കപ്പെടൂല, അത്തരം വലിയ മാന്യന്മാരൊന്നും പിടിക്കപ്പെടൂല. സത്യത്തിൽ നമ്മൾ ആലോചിച്ച് നോക്ക്, പരിശുദ്ധ ഇസ്ലാം എത്ര ഗൗരവത്തോടെയാണ് പലിശയെ കണ്ടത്. വളരെ ഗൗരവത്തോടെയാണല്ലോ പലിശയെ കണ്ടത്. ആ പലിശയെ ജീവിതത്തിൽ പുൽകുന്നതിന് മടിയില്ലാതെ അത് ഏതെങ്കിലും രൂപത്തിൽ ഒരുപാട് നിയമവിധേയമായ രൂപത്തിൽ പോലും നടത്താൻ വേണ്ടി ഇവിടെ ബാങ്കുകളൊക്കെ സജീവമായി പ്രവർത്തിച്ചപ്പോ ഒരുപാട് ആളുകൾക്ക് പ്രയാസമുണ്ട്. അതൊന്നും പ്രശ്നമല്ല. അവിഹിതമായ രൂപത്തിൽ പ്രവർത്തനങ്ങൾ നിർവഹിക്കുമ്പോൾ വലിയ അവിഹിതമായ രൂപം എന്ന് പറയാം. പലിശ മൊത്തം അവിഹിതമാണ്. പരിശുദ്ധ പ്രവാചകം പരിചയപ്പെടുത്തി പലിശ മൊത്തവും അവിഹിത. പലിശ എന്ന് പറഞ്ഞ ഏർപ്പാടെന്നെ ശരിയല്ല. അരിബാ സബഊന ബാബ, പലിശ 70 ചില്ലാനം അധ്യായങ്ങളാണ്. ഏറ്റവും ചെറുത് മിസ്ലു അയ്യുൻകിഹറജുലു ഉമ്മഹു, ഒരാൾ തന്റെ ഉമ്മയെ വിഭജിക്കുന്നതിന് സമാനമാണെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എത്ര ഗൗരവമുള്ള ഹദീസ്. ആലോചിക്കണം, നമ്മുടെ നാടുകളിലൊക്കെയും പലിശക്കൊരു വലിയ വിഷയാക്കാതില്ല. അതുപോലെ ഓരോ ഹറാമുകളും പല വിഷയങ്ങളും പറയുമ്പോ ചിലരൊക്കെ പറയും അതൊന്നും ഇക്കാലത്ത് നടക്കൂലെന്ന്. അതൊന്നും ഇക്കാലത്ത് നടക്കൂല. അതൊക്കെ നടക്കണമെങ്കിൽ അല്പം ക്ഷമ വേണ്ടി വരും. പലപ്പോഴും ഞാൻ ചില വനിതാ ക്ലാസ്സിലൊക്കെ പോയാൽ പലപ്പോഴും ആലോചിക്കാറുണ്ട്. വനിതാ ക്ലാസ്സിലൊക്കെ ഒരുപാട് നന്മകളൊക്കെ നമ്മൾ പറയും. പക്ഷെ എന്ത് നന്മ പറഞ്ഞാലും നമ്മുടെ സഹോദരിമാര് അങ്ങാടിയിലെത്തിയാൽ വീണ്ടും പഴയ പടി തന്നെയാ. വലവൽഫാമിന്നിട്ടു നായന്റെ വാലിനെ ബികൊയലിന്റെ ഉള്ളിൽ കൂടിലായ തഖവ്വമു എന്ന് നമ്മുടെ പറയാ ഉസ്താദുമാരുടെ ഭാഷയിൽ പാടുന്നൊരു ബൈത്തുണ്ടല്ലോ. വലവൽഫാമിന്നിട്ടു നായന്റെ വാലിനെ ബികൊയലിന്റെ ഉള്ളിൽ കൂടിലായ തഖവ്വമു. 1000 കൊല്ലം നായന്റെ വാൽ ഒടക്കൊയിലിട്ടാലും നേരെയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ പോലെ മതപ്രഭാഷണ വേദികളിലും വനിതാ പഠന ക്ലാസ്സുകളിലൊക്കെ സഹോദരിമാരുടെ സാന്നിധ്യം എത്രയാ. എന്ത് സാന്നിധ്യം ഉണ്ടായിട്ടെന്താ വേണ്ടേ? റമളാൻ മൊത്തം ഭയങ്കര ദീനും തഖ്വയും ഒക്കെ പറഞ്ഞാലും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവിൽ പോലും നമ്മുടെ സഹോദരിമാര് കടകളില. അവര് ടെക്സ്റ്റൈൽസും ഡ്രസ്സ് തിരയുന്ന തിരക്കില അല്ലേ? എന്ത് ക്ലാസിന്റെ കുറവാണോ, പ്രഭാഷണത്തിന്റെ കുറവാണോ? ഒന്നിന്റെയും കുറവല്ല, മാറ്റമില്ല. കാരണം ആ നിലക്കാണ് നമ്മളെ. അതൊന്നും നടക്കൂല ഇക്കാലത്ത് നടക്കൂല എന്നുള്ള ഒരു വലിയ മസലയുണ്ട് നമ്മുടെ കയ്യിൽ. ആ മസലയാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. പലതും പറയുമ്പോൾ അടിസ്ഥാനപരമായി ഒരുപക്ഷെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോലും പറയാ അതൊന്നും നടക്കൂല ഇക്കാലത്ത് നടക്കൂല. ഇക്കാലത്തിനെന്താ കുഴപ്പം? ഇക്കാലത്തിന്റെ കുഴപ്പമില്ലല്ലോ. നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി സൂക്ഷിക്കുമ്പോ നമ്മളെ മറ്റുള്ളവർ സൂക്ഷിക്കും. നമ്മൾ നമ്മുടെ ഐഡന്റിറ്റിയും നമ്മുടെ സൂക്ഷ്മതയും നഷ്ടപ്പെടുത്തിയപ്പോൾ നമ്മളൊന്നും കൊള്ളാതെയായി എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. പ്രസംഗിക്കാൻ മാത്രമുള്ളല്ലോ അത് അല്ലേ? ബർണാഡ് ഷാ പറഞ്ഞു എന്ന് പറയുന്നത് എല്ലാരും പറയും മുസ്ലിമീങ്ങൾ ഇസ്ലാം ഇസ് എ ബെസ്റ്റ് റിലീജിയൻ. ബട്ട് മുസ്ലിമീങ്ങൾ എവിടെ? ഇസ്ലാം ഇസ് എ ബെസ്റ്റ് റിലീജിയൻ എല്ലാവരും സമ്മതിക്കാം. പക്ഷെ മുസ്ലിമീങ്ങൾ എവിടെ? ഇത് നമ്മളിങ്ങനെ പറയും, നമ്മളും പറയും. പറഞ്ഞോണ്ടായില്ലല്ലോ.
ഇങ്ങനെ ജീവിതത്തിലെല്ലാം വളരെയധികം കണിശമായി ചിലപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ സ്വീകരിക്കുമ്പോൾ ഒരുപാട് നേട്ടവും നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞു വന്നതിന്റെ വിശദമെല്ലാം ഞാൻ ഇതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ പറഞ്ഞു വന്നത്, ക്ഷമ എന്ന് വളരെ പ്രധാനമായ ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും അനിവാര്യമായ ഒന്നാണ് ക്ഷമ. നോമ്പിനാണെങ്കിലും നിസ്കാരത്തിനാണെങ്കിലും സക്കാത്തിനാണെങ്കിലും, സക്കാത്തിനൊക്കെ എത്ര ക്ഷമ വേണം? തന്റെ സമ്പത്തിൽ നിന്നാണ് ഒരു വിഹിതം പോകുന്നതെന്ന് ചിന്തിക്കുമ്പോ ചെറിയ ക്ഷമയൊന്നും പോരാ. തന്റെ സമ്പത്തിന്റെ വിഹിതമാണ് കുറയുന്നത്, സത്യത്തിൽ കുറയൂല, അടിസ്ഥാനപരമായി കുറയൂല എന്നൊക്കെ ആണെങ്കിലും തന്റെ കയ്യിലുള്ള 10 ലക്ഷം രൂപയിൽ നിന്ന് 25,000 രൂപയാ പോകുന്നത് അല്ലേ? മനസ്സിന് ചെറിയ ക്ഷമ മതിയോ? പോട്ടിപ്പോ തൽക്കാലം അപ്പം കറൻസിക്ക് സക്കാത്തില്ല എന്ന അഭിപ്രായമുണ്ട്. അതുവരെ കറൻസി സക്കാത്തിന് വേണ്ടി മസാലയും തീരുമാനവും പറയാൻ വേണ്ടി നിന്ന ആളായിരിക്കും. 10 ലക്ഷം രൂപ 25,000 രൂപ പോകുന്നു പറയുമ്പോൾ കറൻസിക്ക് സക്കാത്ത് വേണ്ട എന്നുള്ള തീരുമാനമുണ്ട് എന്നങ്ങ് പറഞ്ഞേക്കും. കാരണം എന്താ? അത്രേ ഉള്ളൂ ക്ഷമ. അങ്ങനെ ഓരോന്നും നമ്മളൊന്ന് ജീവിതത്തിലേക്ക് വലിച്ചെടുത്തു നോക്കിയാൽ നമ്മുടെ ക്ഷമ നമുക്ക് ചിലപ്പം ബോധ്യപ്പെടും. 5 വക്ത് നിസ്കാരം, മറ്റു വിഷയങ്ങൾ എല്ലാത്തിലും നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ, അതുകൊണ്ടാണല്ലോ ക്ഷമന്റെ വലിയ പ്രതിഫലമായിട്ടാണ് അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ ഒരാളെ എണ്ണിയത് എങ്ങനെയാ? റജുലുൻ ദഅതുഹു ദാതു ഇംറഅത്തിൻ വജമാലിൻ വശറഫ്. വളരെ സുമുഖിയും സമ്പന്നയും വളരെ തറവാടിയുമായ ഒരു പെണ്ണ് ഒരാളെ ക്ഷണിക്കാൻ. എന്തിനു വേണ്ടി? വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോ പെണ്ണ് വ്യഭിചാരത്തിന് ക്ഷണിച്ചു. ഒന്നും അങ്ങോട്ട് കൊടുക്കണ്ട, പെണ്ണിന് സമ്പത്തൊന്നും നൽകേണ്ട ആവശ്യമില്ല. പക്ഷെ റജുലുൻ ദഅതുഹു ദാതു ഇംറ, ആണ് ക്ഷണിച്ചു എന്നല്ല, ആണ് പെണ്ണിനെ വരയിലിട്ടു എന്നല്ല, മറിച്ച് ഒരു ആണ് ദഅതുഹു ദാതു ഇംറഅത്തിൻ ജമാലിൻ വശറഫ്, സൗന്ദര്യവും സമ്പത്തും തറവാടിയും ഒക്കെയായ ഒരു പെണ്ണ്, അവളെ വ്യഭിചാരത്തിന് ആ ആണിനെ ക്ഷണിച്ചപ്പോൾ അവൻ പറഞ്ഞു, അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ പേടിക്കുന്നു. അത് അവൻ പറഞ്ഞ വാക്കാണ്. ആ വാക്കിന്റെ പേരിൽ അവൻ അർശിന്റെ തണൽ ലഭിക്കും. കാരണം അത്ര വലിയ നന്മയാണ് അവൻ ചെയ്തിരിക്കുന്നത്. അവൻ ചെയ്തത് ചെറുതല്ലല്ലോ. എല്ലാ അർത്ഥത്തിലും വ്യഭിചാരത്തിന് സാഹചര്യം ലഭിച്ചപ്പോൾ അവൻ പറയാണ്, അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഞാൻ പേടിക്കുന്നു. ക്ഷമയാണ്. ക്ഷമന്റെ പവർ നോക്കണം നിങ്ങൾ. അതുപോലെ ഇമാമുൻ ആദിൽ, ഒന്നാമത്തെ വിഭാഗം തന്നെ ഇമാമുൻ ആദിലാണ്. അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ ഒന്നാമത്തത് ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. കാരണം ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഭരിച്ചാലും കൂടുതലൊന്നും ചോദ്യം ചെയ്യപ്പെടില്ല. ഭരണാധികാരികൾക്കെതിരെയുള്ള കടന്നുകയറ്റത്തെ കൂടുതലും തെറ്റായിട്ട് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നതും. അതുകൊണ്ടൊരു ഭരണാധികാരി എങ്ങനെ ഭരിച്ചാലും വെലിങ്ങനെ ചോദ്യം ചെയ്യപ്പെടാനൊന്നും പോകുന്നില്ല. പക്ഷേ അയാൾ നീതിപൂർവം ഭരിക്കുമ്പോൾ അയാളുടെ മറ്റു തിന്മകളെയൊക്കെ വല്ലാതെ പിടിച്ചുകെട്ടുകയാണ്. ഇമാമുൻ ആദിൽ. രണ്ടോ, വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, അല്ലാഹുവിന്റെ ഇബാദത്തിലായി വളർന്ന യുവാവ്. യുവാക്കൾ പലപ്പോഴും വികാരങ്ങൾക്കടിമപ്പെട്ട് പല മാർഗങ്ങളിലേക്കും സഞ്ചരിക്കുമ്പോ അതൊന്നുമില്ല, അള്ളാഹുവിന്റെ ഇബാദത്തിൽ ഞാനിതാ അടിയുറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു മാറി നിന്ന യുവാവ്. വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ. മറ്റൊന്ന് വറജുലാനി തഹബ്ബാ ഫില്ലാ ഇജ്തമഅ ലില്ലാ വഫ്തറഖാ ലില്ലാ, അള്ളാഹുവിന്റെ കാര്യത്തിൽ സ്നേഹിച്ചു, അള്ളാഹുവിന് വേണ്ടി ഏകോപിക്കുകയും അള്ളാഹുവിന് വേണ്ടി പിരിയുകയും ചെയ്തു. ഒക്കെ സുഹൃത്തൊക്കെ തന്നെ ശരിയാണ്, പക്ഷേ ഇത് അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യമല്ല, ഞാൻ നീയുമായില്ല എന്ന് പറയാനുള്ള മനസ്സുള്ളവൻ അല്ലേ? റജുലാനി തഹബ്ബാ ഫില്ലാ, ഞാനും നീ നല്ല സഹോദരങ്ങളാണ്, പക്ഷേ ഇത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണ്, ഈ കാര്യത്തിൽ നിന്നോടൊപ്പം ഞാനില്ല എന്ന് പറഞ്ഞു വേറുപിരിയാനുമുള്ള മനസ്സുള്ളവൻ അവനാണല്ലോ അത്. അപ്പൊ ക്ഷമയാണത്. കാരണം എന്തു തന്നെ വന്നാലും ശരി, ഇതിനു വേണ്ടി സഹിക്കാൻ ഞാൻ സന്നദ്ധനല്ല. റജുലാനി തഹബ്ബാ ഫില്ലാ, അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗം 7 വിഭാഗവും ശരിക്കു പറഞ്ഞാൽ അതന്നെയാണ് ക്ഷമയുടെ പര്യായങ്ങളാണ്. റജുലുൻ ദക്കറല്ലാഹ ഖാലിയ, അള്ളാനെ ഓർത്തിരുന്ന് ചിന്തിച്ചു. ഒറ്റയ്ക്കിരുന്ന് അള്ളാനെ ഓർക്കുക, അതൊരു വലിയ ക്ഷമ കിട്ടണം. എല്ലാവർക്കും ഒന്നും കഴിയൂല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, എത്ര പേരുണ്ട് ഒറ്റയ്ക്കിരുന്ന് അള്ളാനെ ഓർത്ത് ചിരിഞ്ഞ് കരയാൻ നമുക്ക് സമയം കിട്ടിയോ? ഒരുപാട് കാലമായി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട്. എന്റെ KSCRലെ സുഹൃത്തുക്കളോടെല്ലാം ഞാൻ നേരിട്ട് ചോദിക്കുന്നത്, ഞാനടങ്ങുന്ന ഒരു വലിയ വിങ്ങിലുള്ള സമൂഹത്തോട്, നമ്മൾ അടങ്ങുന്ന ഒരു സമൂഹത്തോടുള്ള ചോദ്യം. ഒരുപക്ഷെ KSCRലെ പോയിന്റ് സന്നിധരായ സുഹൃത്തുക്കളൊക്കെ അങ്ങനെയൊക്കെ ദിവസങ്ങൾ കഴിക്കുന്ന ആളുകളായിരിക്കും. അള്ളാഹു നമുക്ക് അതിനൊക്കെ തൗഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ, അള്ളാഹനെ ഓർത്തിരുന്ന് കരയാ, എന്നിട്ട് അവന് വേണ്ടി കരയാ. ഇതൊക്കെ ക്ഷമ വലിയ നേടിയെടുക്കാവുന്ന വിഷയങ്ങളാണ്.
അപ്പൊ ക്ഷമ എന്ന് പറയുന്ന വലിയൊരു അധ്യായം തന്നെയാണ്. മഹാനായ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് കാണാം, മൻ യസ്ബിർ യസ്ബിറുല്ലാഹ്, ഒരാൾ ക്ഷമ നടിച്ചാൽ അവനെ അള്ളാഹു ക്ഷമയുള്ളവനാക്കുമെന്ന്. അങ്ങനെയാണ് ആ ഹദീസിന്റെ മാന എന്നാണ് മനസ്സിലാക്കുന്നത്. മൻ യുസബ്ബിർ യുസബ്ബിറുല്ലാഹ്, ഒരാൾ ക്ഷമ നടിച്ചാൽ എന്ന് പറഞ്ഞാൽ അയാൾ കഴിവതും എല്ലാ മേഖലകളിലും ക്ഷമ കൈകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ അവനെ അള്ളാഹു ക്ഷമാലുവാക്കി തീർക്കും. അതാണല്ലോ വിഷയം. അല്ലാണ്ട് ഒരാൾ ക്ഷമ നടിച്ചാൽ എന്ന് പറഞ്ഞാൽ കഴിവതും എല്ലാ മേഖലകളിലും ക്ഷമ നല്ലോണം കൈപിടിച്ച് നിൽക്കുകയാണെങ്കിൽ അവൻ അള്ളാഹു ക്ഷമാലുക്കളുടെ പട്ടികയിൽപ്പെടുത്തും. ക്ഷമാലുവിന്റെ പട്ടികയിൽപ്പെട്ടാലോ ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമാലുക്കളോടൊപ്പമാണ്, അള്ളാഹു ക്ഷമാലുക്കളെ സ്നേഹിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ പരിശുദ്ധ ഖുർആൻ നമ്മളൊക്കെ ഓതുമ്പോൾ കാണുന്നവരായിരിക്കും. ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ ഖുർആൻ ഓതുമ്പോ ഒന്നും അറിയാത്തവർക്ക് അറിയാലോ, വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ. അങ്ങനെയൊക്കെ ഓതുമ്പോ അപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, പടച്ചവനെ ഞങ്ങൾ ആ കൂട്ടത്തിൽ പെടുത്തേണമേ, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അള്ളാഹു ഞങ്ങൾ അക്കൂട്ടത്തിൽ പെടുത്തണേ എന്ന് ദുആ ചെയ്യുക. കാരണം ഖുർആൻ ഓതുമ്പോ മറ്റന്ന സ്ഥലങ്ങൾ എത്തുമ്പോ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ പ്രത്യേകം സുന്നത്താണെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവ്മൻ യസബ്ബിർ യുസബ്ബിറുല്ലാഹ് വലം യുഅതു അത്വാഅൻ ഖൈറൻ വഔസഅ മിനസ് സബ്രി, ഒരാൾക്ക് അള്ളാഹു നൽകപ്പെടുന്ന ഏറ്റവും വലിയ ഔദാര്യം എന്ന് പറയുന്നത് അത് ക്ഷമയാണെന്നാണ്. വലം യുഅതു അത്വാഅൻ, വലം യുഅതു, അള്ളാഹു അവർക്ക് നൽകപ്പെട്ടിട്ടില്ല അത്വാഅൻ ഖൈറൻ, ഉന്നതമായ നൽകപ്പെടൽ, വഔസഅ മിനസ് സബ്രി, ക്ഷമയേക്കാൾ വിശാലമായതും വളരെ ഉന്നതവുമായ ഒന്നും നൽകപ്പെട്ടിട്ടില്ല. ക്ഷമ വളരെ ഉന്നതമായ ഗുണമാണെന്നർത്ഥം. ഉന്നതമായ ഗുണം, ഉന്നതമായ ഗുണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരുപാട് ഹദീസുകൾ കാണുമ്പോ സത്യത്തിൽ സ്വബർ എന്ന് പറഞ്ഞിട്ട് തന്നെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പണ്ഡിതന്മാരുണ്ടെങ്കിൽ സ്വബർ എന്ന് പറഞ്ഞിട്ട് തന്നെ മക്തബയിൽ ഒരു കിതാബ് കാണാൻ പറ്റും. ഒരുപാട് ഹദീസുകളുണ്ട്. ഞാൻ വിഷയത്തെ ആ രൂപത്തിൽ കൊണ്ടുപോകാൻ തന്നെ കാരണതാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ വറായിക്കും അയ്യാമസ് സ്വബർ, നിങ്ങളുടെ പിന്നിൽ ഒരുപാട് ക്ഷമയുടെ കാലങ്ങൾ വരാനുണ്ട്. ഇന്ന മിൻ വറായിക്കും അയ്യാമസ് സ്വബർ, നിങ്ങളുടെ പിന്നിൽ ക്ഷമയുടെ ദിവസങ്ങൾ വരാനുണ്ട്. സ്വബറും ഫീഹിന്ന മിസ്ലു ഖബ്ദിൻ അലൽ ജുംദ്, അക്കാലങ്ങളിലുള്ള ക്ഷമ തീക്കനലിന്മേൽ പിടിച്ചവനെ പോലെയാണ്, പിടിക്കുന്നത് പോലെയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ലിൽ ആമിലി ഫീഹിന്ന, ആ കാലങ്ങളിൽ അമല് ചെയ്യുന്നവർക്കുണ്ട്. ആ കാലങ്ങളിൽ പരിശുദ്ധ ദീൻ മുറുകെ പിടിച്ച് ആളുകൾ എന്തു പറഞ്ഞാലും ശരി, ഞാൻ ആളുകൾ പറയുന്നതിനല്ല മൈൻഡ് ചെയ്യുന്നത്, ഞാൻ എന്റെ റബ്ബ് പറഞ്ഞതാണ് മൈൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്നവനിക്കുണ്ട്. മിസ്ലു അജ്രി 50 യഅമലൂന മിസ്ല അമലിഹി, 50 ഇരട്ടി പ്രതിഫലമുണ്ട്. യഅമലൂന മിസ്ല അമലിഹി, അവരുടെ പ്രവർത്തനം പോലത്തതിന്റെ 50 ഇരട്ടി അവര് ചെയ്യുന്ന, നിങ്ങളിൽപ്പെട്ട 50 ആള് ചെയ്യുന്നതിന്റെ പ്രതിഫലം ഒരാൾക്കുണ്ട് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി. ആരോടാ പറയുന്ന? സ്വഹാബത്തിനോട്. ആരാണ് സ്വഹാബ? സ്വഹാബത്തിൽപ്പെട്ട ആളുകൾ 50 ആളുകൾ ചെയ്യുന്നതിന്റെ പ്രതിഫലം ആ ക്ഷമയുടെ കാലങ്ങളിൽ കർമ്മം ചെയ്യുന്ന ആളുകൾക്കുണ്ടെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തുകളിൽപ്പെട്ട 50 ആളുകൾ ചെയ്യുന്ന പ്രതിഫലം. സ്വഹാബത്തിന്റെ ഈമാൻ വല്ലാത്തൊരു ഈമാനാണ്. ഈമാൻ ലദ്ദത്തുൽ ഹലാവ, ഈമാനിന്റെ ലദ്ദത്ത് ലഭ്യമായ ആളുകളാണ് സ്വഹാബത്ത് ഭൂരിഭാഗവും. ആ മഹാന്മാരിൽപ്പെട്ട 50 ആളുകളുടെ പ്രതിഫലമാണ് ഈ ക്ഷമയുടെ കാലങ്ങളിൽ ക്ഷമിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്ന ആളുകൾക്കെന്ന് പുണ്യനബി പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപക്ഷെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ കാലത്ത് ഞാൻ വളരെ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊന്നും പൊതുവെ നെരിയാണിയുടെ മേലെ പാന്റ് ധരിക്കാന്ന് പറഞ്ഞത് ഒരു വലിയ മോശമായി തോന്നുകയാണ്, അല്ലെ? ഒരുപക്ഷെ നമ്മുടെ ഭാര്യമാര് പോലും, ആ ചെറുപ്പക്കാരുടെ ഭാര്യമാർക്ക് പോലും അതത്ര ഇഷ്ടപ്പെട്ടോളന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സഹോദരി ഒരു ഭർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞതിന്റെ കാരണം, ഒരു പെണ്ണ്, ഒരു മുസ്ലിമായ പെണ്ണ് ഒരു മുസ്ലിമായ സഹോദരനെ ഭർത്താവായി വേണ്ട എന്ന് പറഞ്ഞതിന്റെ കാരണം അയാള് ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത് നെരിയാണിയുടെ മേലെയാണ്, പാന്റ് ധരിച്ചത് നെരിയാണിയുടെ മേലെയാണ്, അതുകൊണ്ട് വേണ്ട. മാതല്ല, നമ്മൾ ആലോചിച്ചു, നമ്മൾ ഏത് സമൂഹ? ഇസാറുൽ മുഅ്മിനി ഇലാ നിസ്ഫി സാഖ് എന്ന് പഠിപ്പിച്ച പുണ്യനബിയുടെ അനുയായികളിൽപ്പെട്ട ഒരു പെണ്ണ് പറയാണ്, അവന്റെ പേര് നെരിയാണിന്റെ മുകളിലാണ്, അതുകൊണ്ട് അവനെ എനിക്ക് പുതിയാപ്പിളയായിട്ട് വേണ്ട. അള്ളാഹു കാക്കട്ടെ. നമ്മൾ ആലോചിച്ച് നോക്കണം, സംഗതി ഒരു നിസ്സാര വിഷയമാണല്ലേ. ഒരു നെരിയാണിന്റെ താഴെ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം അല്ലെങ്കിൽ ഹറാമൊന്നും അല്ല, കിബിറും മനഃപൂർവ്വം ഒക്കെ ആണെങ്കിൽ ഹറാമാണ്. സത്യത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു ചെറിയ വിഷയമാണ്. ഒരു പേര് ധരിക്കുന്നതിന് ഇത്ര വലിയ ആനക്കാരിയാക്കാനുണ്ടോ എന്ന് ചോദിച്ചേക്കാം.
ഉണ്ട് സുഹൃത്തുക്കളെ, ഉണ്ട്. അതാണ് അതിന്റെ വിഷയം. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടതും. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ചിലപ്പോ നിങ്ങളുടെ അനുഭവത്തിലൊക്കെ ഇതിനേക്കാൾ വലുതുണ്ടാകും. പാന്റ് നെരിയാണീന്റെ മുകളിൽ ധരിക്കുന്നു എന്നതിന്റെ പേരിൽ ആ സുഹൃത്ത് വേറെ കുഴപ്പമില്ല, സാമ്പത്തികമായി കുഴപ്പമില്ല, അതുപോലെ മറ്റ് സ്റ്റൈലിന് കുഴപ്പമില്ല, കുഴപ്പമാകെയുള്ളത് പാന്റ് നെരിയാണിന്റെ മുകളിൽ ധരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ പേരിൽ എനിക്ക് ആ ചെറുപ്പക്കാരനെ വേണ്ട എന്നൊരു പെണ്ണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മുസ്ലിം പെണ്ണ് ബഹ്റാരുമല്ല, ഒരു മുസ്ലിം പെണ്ണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുസ്ലിം പെണ്ണിന്റെ ഈമാനിന്റെ ആഴവും ആ പെണ്ണിന് തന്റെ രക്ഷിതാക്കൾ നൽകിയ പാഠവും എത്രയുണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇസാറുൽ മുഅ്മിനില നിസ്ഫി സാഖ് എന്നാണല്ലോ പുണ്യനബിയുടെ വചനം. മുഅ്മിനിന്റെ വസ്ത്രം അത് സാക്കിന്റെ കണങ്കാലിന്റെ പകുതി വരെ എന്നാണ്. വേണമെങ്കിൽ നെരിയാണിയുടെ അടുത്തു വരെ പോകാം, നെരിയാണിയുടെ താഴെ പോകരുത്. അതിൽ താഴോട്ട് ഇറങ്ങുന്നത് ഫഹുവ ഫിന്നാർ മാ അസ്ഫല മിനൽ കഅബൈനി ഫഹുവ ഫിന്നാർ. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നെരിയാണിയിലും താഴോട്ടിറങ്ങിയത് നരകത്തിലാണെന്ന് പുണ്യനബി പറഞ്ഞു. അങ്ങനെ ഒരു സഹോദരൻ ധരിച്ചതിന്റെ പേരിൽ ഒരു പെണ്ണ് തടയപ്പെടാന്ന് പറഞ്ഞാൽ, അതുപോലെ പുതിയ തലമുറയിൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ സംബന്ധിച്ച് താടി വെച്ചാൽ ചെറുപ്പക്കാരികൾക്ക് പിടിക്കൂല, യുവതികൾക്ക് പിടിക്കൂല, കൗമാരികൾക്ക് താടി വെക്കുന്നത് പിടിക്കൂല. അങ്ങനെ താടി വെടിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. പെണ്ണിട്ടൂല. ആലോചിച്ച് നോക്കി, ചെറുപ്പക്കാരന് പെണ്ണ് കിട്ടൂല അതിന്റെ പേരിൽ, പെണ്ണ് കിട്ടൂല അതിന്റെ പേരിൽ ക്ഷമിക്കാണ്. ഒന്നുകൂടി താന്ന് പറഞ്ഞോട്ടെ, ചില ഉസ്താദുമാര്, ചില പണ്ഡിതന്മാരുണ്ട്, അവർക്ക് ചില ഉസ്താദുമാര്, ചില സഹോദരിമാർക്ക് അവരെ വേണ്ട. കാരണം അവര് തലയിക്കെട്ടും അല്ലെങ്കിൽ തൊപ്പിയും താടിയും തുണിയും കുപ്പായൊക്കെയല്ലേ ധരിക്കുക. വിവരം ഒരുപക്ഷെ ബിഎഡും എംഎയും എംഎഡും ഒക്കെ ഉണ്ടായിട്ടോ, എന്നാലും വേണ്ട എന്ന് വരെ പറയുന്നൊരു സാഹചര്യം നമ്മുടെ സഹോദരിമാരിൽ ഉണ്ട്, ഇന്നുണ്ട്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയത് ശരിക്കും ഇന്നമിൻ വറായിക്കും അയ്യാമ സ്വബർ. സത്യത്തിൽ അങ്ങനെ അതൊക്കെ സഹിച്ച് തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് അയാളുടെ പ്രതിഫലം എത്രയാ? അങ്ങനെ സഹിച്ചിട്ടും കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ പ്രതിഫലം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുക, നമ്മൾ നേരെ മാറുക ചെയ്യുക. അതാണ് വലിയ പ്രശ്നം. നമ്മൾ അങ്ങനെ മാറേണ്ടവരല്ല, നമ്മൾ അതിൽ ക്ഷമാപൂർവ്വം കൈക്കൊള്ളേണ്ടവരാണ്. അങ്ങനെ ക്ഷമിച്ചാൽ എന്താ മെച്ചം? അള്ളാഹു തന്ന വാഗ്ദാനമാണ്, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമാലുക്കൾക്ക് അവരുടെ പ്രതിഫലം ഹിസാബില്ലാതെ നൽകപ്പെടും, കണക്കും കയ്യുമില്ലാതെ നൽകപ്പെടും. അള്ളാഹു നൽകുമാറാവട്ടെ. അതുകൊണ്ട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ ഭയങ്കര സംഭവം തന്നെയാണ്. പ്രവാചകർ സാഹിബ് ഒരുപാട് സ്ഥലങ്ങളിൽ ക്ഷമിക്കാനും ക്ഷമയുടെ മഹത്വം ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന അഫ്ളൽ ആയിഷിന അദ്റകനാഹു ബിസ്സബ്ർ. ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം നാം ക്ഷമ കൊണ്ടാണ് എത്തിച്ചത്. ക്ഷമ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്മാരിൽ പെട്ടതാണെങ്കിൽ ഏറ്റവും ഉന്നതനായ വ്യക്തി അത് ക്ഷമയാകുമായിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വചനം, ഇന്ന അഫ്ളൽ ആയിഷിൻ അദ്റകനാഹു ബിസ്സബ്ർ. ഏറ്റവും ഉന്നത ജീവിതം ക്ഷമ കൊണ്ടാണ് നാം എത്തിച്ചത്. ക്ഷമ അത് പുരുഷന്മാരിൽ പെട്ടതാണെങ്കിൽ, ആളുകളിൽ പെട്ടതാണ്, മനുഷ്യന്മാരാണ് ക്ഷമയെങ്കിൽ, കയ്യും കാലും വെച്ച ക്ഷമ അത് മനുഷ്യനാകുമെങ്കിൽ ഏറ്റവും ഉന്നതൻ ക്ഷമയാകുമായിരുന്നു എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഒരുപാട് മേഖല. ഒരു ഹദീസ് കൂടി പറഞ്ഞ് തൽക്കാലം ഞാൻ നിർത്താം. ബഹുമാനപ്പെട്ട ബിസ്മില്ലാഹി എന്ന ഐഡിയിൽ വളരെ പ്രധാനപ്പെട്ട തജ്വീദ് ക്ലാസ് വരാനുണ്ട്. സുഹൃത്തുക്കളൊക്കെയും അതൊക്കെ ശ്രവിക്കാനുള്ള താല്പര്യത്തിലും ഒക്കെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഉസ്താദ് അവர்கள் എത്തിയോന്ന് അറിയില്ല. ഏതായാലും ഞാൻ എന്റെ പ്രസംഗം ഒരൊറ്റ ഹദീസ് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. അസ്സബ്റു മിനൽ ഈമാനി ബിമൻസിലത്തി റഅ്സി മിനൽ ജസദ്. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇൽമിന്റെ കവാടം സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വചനമാണ്. അൽ അലാ ഇന്ന സബ്റ മിനൽ ഈമാൻ ബിമൻസിലത്തി റഅ്സി മിനൽ ജസദ്. ഈമാനിലേക്ക് അപേക്ഷിച്ച് ക്ഷമ എന്ന് പറയുന്നത് ശരീരത്തിലേക്ക് അപേക്ഷിച്ച് ശിരസ്സിന്റെ സ്ഥാനത്താണ്, തലയുടെ സ്ഥാനത്താണ്. ഒരു മനുഷ്യ ശരീരത്തിലെ തലയുടെ സ്ഥാനമാണ് ഈമാനിലെ അപേക്ഷിച്ച് ക്ഷമക്കെന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലാ ഇന്ന സബ്റ മിനൽ ഈമാൻ ബിമൻസിലത്തി റഅ്സി മിനൽ ജസദ്. ഈമാനിലേക്ക് അപേക്ഷിച്ച് ക്ഷമയുടെ സ്ഥാനം അത് ശരീരത്തിലേക്ക് അപേക്ഷിച്ച് തലയുടെ സ്ഥാനമാണെന്ന് മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ഫൈദാ ഖുത്തിയ റഅ്സു ബാദൽ ജസദ്. ശരീരം ശിരസ് ഛേദിക്കപ്പെട്ടാൽ
തല പോയ പിന്നെ ശരീരമില്ല. തല വേണോ ഉടല് വേണോ ചോദിക്കാറുണ്ട്. തലയുണ്ടെങ്കിലേ ഉടലുള്ളൂ. എന്നിട്ട് മഹാനായ അലി ബിൻ അബി താലിബ് അല്പം സ്വരം ഉയർത്തി പറഞ്ഞു, അലാ ഇന്നഹു ലാ ഈമാന ലിമൻ ലാ സബ്റ ല, ക്ഷമയില്ലാത്തവന് ഈമാനില്ല. സയ്യിദുന അലി റളിയല്ലാഹു അൻഹു വളരെ ഗൗരവത്തോടെ പറഞ്ഞ വചനങ്ങളാണെന്നാണ് മനസ്സിലാകുന്നത്. കെ കെ ജലീൽ സാഹിബിന് ഹദീസ് കിട്ടിയിട്ടില്ല, നമ്മൾ പേസ്റ്റ് ചെയ്തുതരാം. അലാ ഇന്ന സബ്റ, മഹാനായ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ ഇന്ന സബ്റ മിനൽ ഈമാനി ബിമൻസിലത്തി റഅ്സി മിനൽ ജസദ്. അറിയണം, വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ അങ്ങനെ വിളിച്ചു പറയാ. അലാ അറിയണേ, ഇന്ന സബ്റ മിനൽ ഈമാനി ബിമൻസിലത്തി റഅ്സി മിനൽ ജസദ്. ഈമാനിലേക്ക് അപേക്ഷിച്ച് ക്ഷമ എന്ന് പറയുന്നത് ശരീരത്തിലേക്ക് അപേക്ഷിച്ച് തലയുടെ സ്ഥാനമാണ്. ബിമൻസിലത്തി റഅ്സി മിനൽ ജസദ്. ഫഇദാ ഖുതിഅ റഅ്സു ബഅദൽ ജസദ്, തല പോയാൽ ശരീരം പോയി. സുമ്മ റഫഅ സൗത, സയ്യിദുന അലി ശബ്ദം അല്പം ഉയർത്തി, ശബ്ദം കൂടുതൽ ഉയർത്തി. എന്നിട്ട് പറഞ്ഞാലാ ഇന്നഹു ലാ ഈമാന ലിമൻ ലാ സബ്റ ല, ക്ഷമയില്ലാത്തോൻ ഈമാനില്ല, ക്ഷമയില്ലാത്തോൻ ഈമാനില്ല. ഇന്നഹു ലാ ഈമാന ലിമൻ ലാ സബ്റ ല, ക്ഷമയില്ലാത്തവൻ ഈമാനില്ലെന്ന് മഹാനായ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. തീർത്തും അങ്ങനെയാ. കാരണം ക്ഷമയാണല്ലോ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് പൂർണ്ണമായും. സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു ക്ഷമിച്ച ക്ഷമയുടെ കണക്ക് പറയാൻ കഴിയോ? മഹദിയായ ഉമ്മു അമ്മാർ ക്ഷമിച്ച പരിധി പറയാൻ കഴിയോ? സയ്യിദത്തുനാ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ക്ഷമ പറയാൻ കഴിയോ? മഹാനായ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ കഥ പറയാൻ കഴിയോ? ഇതൊക്കെയും ക്ഷമയിൽ നിന്ന് ഉരുപ്പെടുത്ത വസ്തുതകളാണ്. അതുകൊണ്ടാ മുസ്ലിമാകുമ്പോ, മുഅ്മിനാകുമ്പോ ക്ഷമ വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. എല്ലാ അർത്ഥത്തിലും പ്രയാസങ്ങളിലുള്ള ക്ഷമയും അതുപോലെ ഇബാദത്തുകളുടെ മേലുള്ള ക്ഷമയും തിന്മകളിൽ നിന്നുള്ള, തിന്മകളെ തൊട്ടുള്ള ക്ഷമയും, എല്ലാ ക്ഷമയും പ്രധാനമാണ്. അള്ളാഹു നമ്മെ ക്ഷമാലുക്കളിൽ പെടുത്തുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച്, അല്ലാഹുമ്മ ജഅൽനാ മിനശ് ശാകിരീന ലിആലായിക്, അള്ളാഹുവേ നിന്റെ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. നിന്റെ പ്രയാസങ്ങൾക്കും മറ്റും ക്ഷമിക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ജഅൽനാ മിനശ് ശാകിരീന ലിആലായിക് അസ്സാബിരീന അലാ ബലായിക്. اللهم اجعل التوفيق رفيقنا والصراط المستقيم طريقنا وأوصلنا إلى خير مقاصدنا وتب علينا إنك أنت التواب الرحيم. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ ബിസിനസ്സുകളിലും ഞങ്ങളുടെ മറ്റു സംരംഭങ്ങളിലുമൊക്കെ നീ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. നിന്റെ പൊരുത്തത്തിലുള്ള ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ജീവിക്കൽ ഹൈറാവുന്ന കാലത്തോളം ആഫിയത്തോടെ ഞങ്ങളെ ജീവിപ്പിക്കണേ റഹ്മാനെ. ജീവിക്കൽ ഹൈറാവുന്ന കാലത്തോളം ആഫിയത്തോടെ ജീവിപ്പിക്കണേ തമ്പുരാനെ. മരിക്കൽ ഹൈറാവുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ഞങ്ങളെ മരിപ്പിക്കണേ റഹ്മാനെ. പരിശുദ്ധ റമളാനും ഖുർആനും അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ പെടുത്തണേ തമ്പുരാനെ.